സ്വർഗീയ അഗ്നി, ഹെവൻലി ഫയർ, ഹെവൻലി ഫയർ. നമുക്ക് ആശ്രയിക്കാനൊരു നാമമുണ്ട്, എല്ലാ നാമത്തിനും മേലായ നാമം, അന്ധകാരത്തിന്റെ തലയെ തകർത്തവന്റെ നാമം. പ്രാർത്ഥിച്ചപ്പോ എന്തോ പോകുന്നത് പോലെ യേശുവിനെ കണ്ടു. ക്രിയാറ്റിന് എത്ര ഉണ്ടായിരുന്നു? 10.6. ക്രിയാറ്റിന് എത്ര ഉണ്ട്? 0.66. 0. ഇപ്പൊ ഉച്ചത്തിലുള്ള സൗണ്ടുകൾ എനിക്ക് കേൾക്കാം. ഈ കണ്ണ് അടച്ചു പിടിച്ചിട്ടൊന്ന് നോക്കി. കാണാൻ പറ്റുന്നു? എന്താ കാണത്തില്ല? ഇല്ല, നേരെ കാണുന്നു. മങ്ങലായിരിക്കുമായിരുന്നു. ഇപ്പൊ നന്നായിട്ട് കാണുന്നുണ്ട്. നന്നായി കാണുന്നു. ഒരാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചാലും നിൽക്കാൻ പറ്റത്തില്ല, എഴുന്നേൽപ്പിച്ചാലും നിൽക്കത്തില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ദൈവത്തിൻ്റെ അത്ഭുതം. അപ്പോഴും ഈ കണ്ണടച്ച് പോകും തിരുമേനിക്കുന്ന അപ്പോൾ കാണാം. എത്ര നാളായിട്ട് നടക്കാൻ പറ്റത്തില്ല? 20 വർഷമായിട്ട് ഒരാളുടെ സഹായം വേണം. 20 വർഷമായിട്ട് ഒരാളുടെ സഹായത്തോടു കൂടി മാത്രമേ നടക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. ഇപ്പൊ ആരും പിടിക്കാതെ നടക്കാൻ പറ്റുന്നു. എന്തോ എന്റെ ദേഹത്തുനിന്ന് പോകുന്ന പോലെ. അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചവന്റെ അധികാരം ഒരു പള്ളിക്കകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല. എത്ര വർഷമായിട്ട് ഇങ്ങനെ തളർന്ന് 5 വർഷം നടക്കാൻ പറ്റുന്നത്? നടന്നേ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് ദൈവം? ആരാണ് ദൈവം? ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഓരോ അഭിപ്രായമായിരിക്കാം പറയാനുള്ളത്. നാം നമ്മോട് തന്നെ ചോദിക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്താണ് ദൈവത്തിന് പ്രാധാന്യം? സർവശക്തനായ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെ നാം തിരിച്ചറിയുമ്പോൾ ആരാണ് ദൈവമെന്ന് ബോധ്യപ്പെടും. ഒന്നാമതായി ദൈവം പരിശുദ്ധനാണ്. രണ്ടാമതായി എനിക്ക് പറയുവാനുള്ളത് ദൈവം സ്നേഹമുള്ളവനാണ്. മൂന്നാമതായി പറയേണ്ടത് ദൈവം കരുണയുള്ളവനാണ്. നാലാമതായി പറയാനുള്ളത് ദൈവം വിശ്വസ്തനാണ്. അഞ്ചാമതായി പറയുവാനുള്ളത് ദൈവം നീതിയുള്ളവനാണ്. ഈ ദൈവത്തിൻ്റെ സന്നിധിയിലും ദൈവത്തിൻ്റെ മക്കളായി അവകാശത്തോടും അധികാരത്തോടും ജീവിക്കുവാനാണ് ഈ ഭൂമിയുടെ ഭൂമുഖത്ത് നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. പക്ഷെ മദ്യപാനത്തിലും വെറിക്കൂത്തുകളിലും പാപചിന്തകളിലും ദൈവിക സ്വഭാവമല്ലാത്ത മാനുഷികമായ ലോക സ്വഭാവങ്ങളിലും മുൻപോട്ട് പോകുന്ന മനുഷ്യൻ അവൻ ദൈവത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നു. അവൻ്റെ ജീവിതം ക്ലേശപൂർണമാകുമ്പോൾ, അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന രോഗങ്ങളും ഭാരങ്ങളും അവനെ വേട്ടയാടുമ്പോൾ, ഒരുപക്ഷെ സമ്പത്തിൻ്റെ എല്ലാ സ്രോതസ്സും അവസാനിക്കുമ്പോൾ അവൻ ആലോചിക്കുന്ന ദൈവം എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 23-ൽ വ്യക്തമായിട്ട് പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ഹല്ലേലൂയ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പ്രിയപ്പെട്ടവരെ, നമ്മിൽ അനേകർ ജഡീകമായി അവർ ജീവിക്കുന്നുണ്ടെങ്കിലും അവർ മരിച്ചവരെ പോലെയാണ് അനേകർ ജീവിക്കുന്നത്. ലോകത്തിൻ്റെ മോഹങ്ങളിൽ മയങ്ങി മുൻപോട്ട് പോകുന്ന മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യൻ, പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോലെ വെല്ലുവിളികളും മറ്റുള്ളവരെ തകർക്കുവാൻ ശ്രമിക്കുന്നൊരു സ്വഭാവത്തിലല്ല ദൈവത്തെ നാം കാണേണ്ടത്. ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒന്നിനെ നിലനിൽപ്പാൻ മറ്റൊന്ന് കുറയുന്നതല്ല, ഒന്ന് നടപ്പിലാക്കാൻ മറ്റൊന്ന് ക്ഷയിക്കുന്നതുമല്ല. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നു, നിങ്ങൾ പോകുന്ന വഴികളിൽ നിങ്ങൾക്കൊരു പ്രതിയോഗിയുണ്ട്, ഒരു ശത്രുവുണ്ട്. അതിൽ പക്ഷേ അപ്പനാകാം, അമ്മയാകാം, സഹോദരങ്ങളാകാം, സ്നേഹിതന്മാരാകാം, ബന്ധുക്കളാകാം, ജീവിതത്തിൽ ബിസിനസ് ചെയ്ത് കൂട്ടുപങ്കാളിയായിരുന്ന വ്യക്തിയായിരിക്കാം.
ഇപ്പോൾ പല ഭവനങ്ങളിലും ഒരേ കൂരയുടെ കീഴിൽ കിടക്കുന്ന ഭർത്താവും ഭാര്യയും അവർ ശത്രുക്കളായി ജീവിക്കുന്നു. വർഷങ്ങളായി ഒരുമിച്ച് ജീവിച്ചവർ കാണാം. ഒരുപക്ഷെ കുറച്ച് നാളുകളായിട്ടുള്ളായിരിക്കാം അവരുടെ കുടുംബജീവിതം ആരംഭിച്ചിട്ട്. പക്ഷേ ദൈവമില്ലാത്ത മനുഷ്യർ, ദൈവിക സ്വഭാവമില്ലാത്ത മനുഷ്യർ, അവർ ശത്രുക്കളായി ജീവിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു, 70-80 വയസ്സ് ചെന്ന പുരുഷനും സ്ത്രീയും അവരും ഇപ്പോൾ ആലോചിക്കുന്നത് എങ്ങനെ ഒരു ഡിവോഴ്സ് നടപ്പിലാക്കാം. ഇതുവരെയും ജീവിച്ച് മടുത്തു, ഇവനെ അല്ലെങ്കിൽ ഇവളെ സഹിച്ചു മടുത്തു. അതുകൊണ്ട് ഒരു പ്രത്യേകമായ ഒരു ജീവിതം. പക്ഷേ ദൈവത്തിലുള്ള ജീവിതം പ്രിയപ്പെട്ടവരെ ഒന്നിനെ ക്ഷയിപ്പിച്ച് മറ്റൊന്ന് നടപ്പിലാക്കുന്നതല്ല. അവൻ്റെ മുമ്പിൽ എല്ലാം വിശുദ്ധമാണ്. ഹല്ലേലൂയ. മനുഷ്യർക്ക് ഒന്ന് നടപ്പാക്കാൻ മറ്റൊന്ന് ബലഹീനമാകണം. പലരും സംശയിക്കുന്നു, ഇത്ര സ്നേഹമുള്ള കരുണയുള്ള ദൈവം നിത്യമായി ഞങ്ങളെ നരകത്തിൽ തള്ളിയിടുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെയ്തു കൂട്ടിയ പാപങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ, ഇനിയും ചെയ്യുവാൻ ആലോചിച്ചു വെച്ചിരിക്കുന്ന പാപങ്ങളെല്ലാം ഒരു നിത്യനരകത്തിൻ്റെ അവകാശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണെന്നുള്ള ചിന്ത പലർക്കുമുണ്ട്. ചിലർക്ക് അതുപോലുമില്ല. ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യമില്ല. ഹല്ലേലൂയ. പാപത്തിൻ്റെ മേലുള്ള അവൻ്റെ ശത്രുത കാൽവറിയിൽ സ്വയം യാഗമാക്കി കൊടുത്ത്, പ്രിയപ്പെട്ടവരെ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകാൻ വേണ്ടി അവൻ്റെ പരിശുദ്ധിയും സ്നേഹവും കരുണയും വിശ്വസ്തതയും അവൻ കാൽവറിയിൽ വെളിപ്പെടുത്തി. നീ ഇന്നലെ ചെയ്തതും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാൻ പോകുന്നതുമായ എല്ലാ പാപങ്ങളെയും യേശു ക്രൂശിൽ തറച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം, പിതാവായ ദൈവം തൻ്റെ പുത്രനെ ക്രൂശ് മരണത്തിന് ഏൽപ്പിച്ച് അവൻ്റെ പരിശുദ്ധിയും സ്നേഹവും വെളിപ്പെടുത്തി. നാം ഏറ്റവും സ്നേഹിക്കുന്നതിനെ, നാം ഏറ്റവും പ്രിയപ്പെടുന്നതിനെ കഷ്ടപ്പെടുത്തുവാൻ ഒരിക്കലും നമുക്ക് മനസ്സില്ല. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നല്ല ജോലിയുണ്ടെങ്കിൽ അത് നമ്മൾ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കണ്ട എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അതുകൊണ്ട് തന്നെ അതിന് മറ്റു ചില ആളുകളെ നിയോഗിക്കും. പ്രിയപ്പെട്ടവരെ, മക്കളെ കൊണ്ട് പലപ്പോഴും ജോലി ചെയ്യിക്കത്തില്ല. അതിന് നമുക്ക് മനസ്സില്ല. പുതിയ ഒരു ഉടമ്പടി ക്രൂശ് മരണം മൂലം അവൻ സ്ഥാപിച്ചു. നമ്മുടെ മുമ്പിൽ സ്വർഗവും നരകവുമുണ്ട്. ഇതിലേതാ നമുക്ക് വേണ്ടത്? ഏതാ വേണ്ടേ? സ്വർഗം മതിയില്ലേ? എല്ലാവരുടെയും ആഗ്രഹം അതാണ്. ഇന്നായിരിക്കുന്ന പാപജീവിതത്തിൽ മുഴുകിക്കൊണ്ട് തന്നെ, ഇന്ന് മുൻപോട്ട് പോകുന്ന പാപ അവസ്ഥയിൽ ജീവിച്ചുകൊണ്ട് തന്നെ, ആ പാപത്തെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകാത്ത മനുഷ്യൻ ആഗ്രഹിക്കുന്നു, എനിക്കും വേണം ഒരു സ്വർഗം. കിട്ടുമോ? ഇന്നത്തെ രീതിയിൽ പോയാൽ കിട്ടുമോ? ഞാൻ എന്നോട് തന്നെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും പ്രവൃത്തി പരിശോധിക്കുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയുന്ന ഒരവസ്ഥ വരരുത്. അപ്പോൾ ജീവിതം കൊണ്ട് ഹൃദയം ദൈവത്തിന് കൊടുത്ത് ദൈവിക സ്വഭാവമുള്ളവരായി മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു, ദൈവം പരിശുദ്ധനാണെന്ന്. നമ്മുടെ സങ്കല്പങ്ങൾക്കും ചിന്തകൾക്കും വളരെ ഉയരത്തിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധി. പാപികളായ നമ്മുടെ പാപഹൃദയത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ഒരിക്കലും അളക്കാൻ കഴിയത്തില്ല. പലപ്പോഴും പാപത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലാതിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ അവനൊരു കപടഭക്തനായി മുൻപോട്ട് കാലങ്ങളേറെയായി പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഭക്തിക്ക് വേണമെങ്കിൽ ദൈവാലയ ഭക്തി എന്ന് പറയാം. അത് ദൈവഭക്തിയല്ല. ആ ഭക്തി ഒരു ലോകപരമായ ഭക്തിയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു ദൈവഭക്തനാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ജീവിത ശൈലി. ഇന്നത്തെ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷവും അങ്ങനെയുള്ള വ്യക്തികളാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹബക്കൂക്കിന്റെ പുസ്തകം 1:12 നാം വായിക്കുന്നു, ദോഷം കാണാത്ത വിധം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവേ. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. പുറപ്പാട് 15:11 നാം വായിക്കുന്നു, യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാര്? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യനാര്? അപ്പോൾ നാം ആരായിരിക്കണം? ഒരു പാട്ടുണ്ടല്ലോ, യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. വീണ്ടും പാടുന്നു, ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ പാരിടം ആകേളകിലും ഞാനിനി ഭയപ്പെടുകയില്ല. ഒരു രോഗം നിങ്ങളെ കാർന്ന് തിന്നുന്ന അവസ്ഥയാകുമ്പോൾ, പ്രതീക്ഷകൾക്കപ്പുറത്ത് ജീവിതത്തിലേക്ക് വഴുതി വീഴേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ മതഭക്തിയിലും വിശ്വാസത്തിലും മുൻപോട്ട് പോകുമ്പോൾ എന്ത് പ്രതിസന്ധികൾ വന്നാലും ആപത്തിൽ നമുക്കൊരു സങ്കേതമുണ്ട്. ആപത്തിൽ നമുക്ക് ബലമായുള്ളത് നമ്മുടെ ചുറ്റുപാടുകളോ ഡോക്ടർമാരോ ആശുപത്രികളോ ഒന്നുമല്ല. ഈ പരിശുദ്ധനായ ദൈവം കാൽവരിയുടെ കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി സകലതും നിവർത്തിച്ചവൻ, അവനാണ് നമുക്ക് സങ്കേതവും അഭയവും. എത്ര പേര് വിശ്വസിക്കുന്നു? എൻ്റെ പേര് സുബി. ഞാൻ അത്തിക്കയം റാന്നിയിൽ നിന്ന് വരുന്നു. എൻ്റെ കുഞ്ഞ് 5 വയസ്സുണ്ട്. പേര് ഡെലിനെന്നാണ്. അറ്റുപെരുത്ത് മുതൽ ഹാർട്ടിന് ചെറിയ ഹോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പരിമല അവിടെ ഡോക്ടറിൻ്റെ ചികിത്സയിലായിരുന്നു. അപ്പോൾ അവിടുന്ന് കുഞ്ഞിന് സർജറി വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ലാസ്റ്റ് 2021 ഞങ്ങൾ കല്ലിശ്ശേരിയിൽ എക്കോ ചെയ്തു. എക്കോ ചെയ്തപ്പം ഹാർട്ടിൻ്റെ ഹോള് 8 mm ഉണ്ട്. അത് കാലക്രമേണ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ബന്ധു വഴി ഇവിടുത്തെ തിരുമേനിയെ പറ്റിയും ഇവിടുത്തെ പ്രയർ സെൻ്ററിനെ പറ്റിയും അറിയാനിടയായി. എൻ്റെ പേരൻസാണ് എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത്. അവർ തുടർച്ചയായിട്ട് 6 ആഴ്ച ഇവിടെ കുഞ്ഞിനെ കൊണ്ടുവന്നു. തിരുമേനിയുടെ അടുത്ത് വിവരങ്ങൾ പറഞ്ഞു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു. അതിനുശേഷം ലാസ്റ്റ് ഈ മാസം 6-ന് ഞങ്ങൾ അമൃതയിൽ കൊണ്ടുപോയി എക്കോ റിപ്പീറ്റ് ചെയ്തു. എക്കോ റിപ്പീറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് 3 mm ഉള്ളൂ. സർജറിയുടെ ആവശ്യമില്ല. കുഞ്ഞെ അത് കാലക്രമേണ ഹോൾ അടഞ്ഞു പോകുമെന്ന് പറഞ്ഞു. റിപ്പീറ്റ് എക്കോ 2 വർഷത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. ഈ കുഞ്ഞിന് എന്നാ ഇത് കണ്ടുപിടിച്ചത്? അറ്റ് ബർത്തിൽ. ഈ ജന്മ സമയത്ത് തന്നെ, ജനിച്ചതിന് ശേഷം ഉടൻ തന്നെ ഈ കുഞ്ഞിന് ഹാർട്ടിന് ഹോള് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയുണ്ടായി. എത്ര വലിപ്പം ഉണ്ടായിരുന്നു? ആ ഹോളിൽ ജനിച്ച സമയത്ത് എത്ര വലിപ്പം ഉണ്ടായിരുന്നു? വലിപ്പം വലിയ വലിപ്പമാണ് പറഞ്ഞ്. വലിയ വലിപ്പമായിരുന്നു. ആ, എന്തായാലും ഇവിടുത്തെ രണ്ടാമത് നിങ്ങൾ കല്ലിശ്ശേരി ചെയ്തപ്പോൾ 8 mm ഉണ്ടായിരുന്നു. അവരും പറഞ്ഞത് ഓപ്പറേഷൻ വേണോ? ഇതെന്താ, എങ്ങനത്തെ ഓപ്പറേഷനാ? എന്തോ ഹാർട്ട് ഹോള് ASD ആണ്. അതിന് ചെറിയൊരു സർജറി വേണമെന്ന് പറഞ്ഞു. ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് ഈ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത്? പരിമലയും പറഞ്ഞു, ചെറിയാൻ കല്ലിശ്ശേരി ഹോസ്പിറ്റൽ അവിടെയും പറഞ്ഞു തീർച്ചയായിട്ടും ഇത് ഓപ്പറേഷൻ ആവശ്യമാണ്. നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എവിടെ കൊണ്ടുപോയി? അമൃതയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ ഹോള്, ആ വലിയ ഹോള് അടഞ്ഞ് അതിപ്പം 3 mm ആയി. അപ്പോൾ അത്രയും വ്യത്യാസം പ്രാർത്ഥനയുടെ ദൈവം അവൾക്ക് കൊടുത്തു, ഇല്ലേ? എന്തായാലും വളരെ അത്ഭുതകരമായ ഒരു വിടുതലാണ് ഈ പ്രാർത്ഥനയുടെ ദൈവം കൊടുത്തത്. മോളെന്താ പറയുന്നു? സുഖമാണോ? ഈ രോഗത്തെക്കുറിച്ച് മോൾക്ക് അറിയായിരുന്നോ? ഇപ്പം എന്താ തോന്നുന്നു? എവിടെ നിന്നാ ഈ സൗഖ്യം ലഭിച്ചേ? ആരാ നന്നായി സൗഖ്യം? അമ്മയാണോ?
യേശുപ്പച്ച. കരമ അടിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അരിമ്പാറ എന്തോ ഈ വെള്ളം പരട്ടി മാറിയെന്നിങ്ങനെ കേട്ടായിരുന്നേ. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഇങ്ങനെ വട്ടത്തിൽ ഇവിടെ ചൊറി വന്നു. അതാണ് ഒത്തിരി ഓയിൽമെൻ്റ് ഒന്നും പറ്റി ഒരു ശകലം പോലും കുറവുണ്ടായില്ല. അപ്പോഴാണ് ഈ ചേച്ചി പറഞ്ഞ് അതിങ്ങനെ, ഞാനാണെങ്കിൽ ഒരു ബോട്ടിൽ അന്ന് വെള്ളവും മേടിച്ചുകൊണ്ട് പോയി, അത് വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ പരട്ടി കഴിഞ്ഞ് പിറ്റേ ദിവസം അത് ചെറുതായി. അങ്ങനെ 3 ദിവസം ഞാൻ പരട്ടി, അതിപ്പോൾ ഇല്ല. ഈ പ്രാർത്ഥിച്ച വെള്ളത്തിലൂടെ ലഭിച്ച ഒരു അനുഭവത്തെ കുറിച്ചാണ് പറഞ്ഞത്. പേരെന്താ പറഞ്ഞേ? സോനു. എവിടെ സ്ഥലം? പാണ്ടനാട്. പാണ്ടനാട്. സോനു. എന്തോ പഠിച്ച? ഞാൻ മൈക്രോബയോളജിസ്റ്റാണ്. MSc MPhil വരെ. MPhil വരെ പഠിച്ചാണ്. അപ്പം ആധികാരികമായിട്ട് തന്നെ പറയുന്നത് അല്ലേ? ഹിന്ദു സഹോദരിയാണ്. ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് വല്ലപ്പോഴും കടന്നു വരുന്നതാണ്. വന്ന സമയത്തൊക്കെ ദൈവ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഇതിപ്പോൾ ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇപ്പം ഇത് എത്ര നാളായിട്ട് അങ്ങനെ ഉണ്ടായിരുന്ന? ഈ സാറേ അതൊരു 2 ആഴ്ചയോളം അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് നല്ല ഓയിൽമെന്റ്, നല്ല കൂടിയ ഓയിൽമെന്റ് ഒക്കെ പരട്ടി, ഒന്നും ഒരു ശകലം കുറവില്ലായിരുന്നു, കൂടുമല്ലാതെ. ആ വെള്ളം പരട്ടി രാത്രി ഇങ്ങനെ അന്നേരം ഓർത്ത് ആ ചേച്ചി, ഞാൻ ഇങ്ങനെ അന്ന് ആദ്യമായിട്ട് വന്നപ്പോൾ ആ ചേച്ചിയുടെ ഈ സാക്ഷ്യം കേട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ അങ്ങനെ മേടിച്ച് ഞാൻ ഒരു ബോട്ടിൽ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഇങ്ങനെ ചൊറി വന്നപ്പോൾ ഞാൻ ആ മരുന്ന് ഇങ്ങനെ പരട്ടുകയല്ലാതെ ഒരു കുറവില്ല. 2 ആഴ്ചയോളം അതിങ്ങനെ ഇരിക്കുമോ, ഒരു ശകലം പോലും കുറവില്ല. എന്തോ ബെറ്റാഡിൻ്റെ ഒരു ക്രീമാണ്, പിന്നെ എന്തോ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ്റെ ക്യാൻഡിഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്രീമും പരട്ടി. ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ മൈക്രോബയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണോ? അതെ അതെ. എവിടെയാ? തിരുവല്ലയിൽ. എന്തായാലും അത്ഭുതകരമായ ഒരു വിടുതൽ കർത്താവ് കൊടുത്തു. കരങ്ങളടിച്ച് കർത്താവിന് മാത്രം കൊടുത്തു. യേശുവരുമീ മണ്ണിൽ സ്നേഹമഴയായി വീണ്ടും, യേശു തൊടുമീ നെഞ്ചിൽ പാപമുകിൽ മായുമ്പോൾ, പാടുമതിനാലെൻ ഹൃദയം പ്രാർത്ഥനാഗീതം. യേശുവരുമീ മണ്ണിൽ സ്നേഹമഴയായി വീണ്ടും, യേശു തൊടുമീ നെഞ്ചിൽ പാപമുകിൽ മായുമ്പോൾ. ആശകളുമായി ദിനവും ഉണരുമെന്നായി വെളിച്ചം വരുന്നതായിട്ട് തോന്നുന്നു. എനിക്കിത് ധൈര്യത്തോടെ കോളേജിൽ പോകാൻ പറ്റും. ഹല്ലേലൂയ. ബ്രൈറ്റ്നസ്, ഒരു വെളിച്ചം വന്നു. വയല ജോർജ്. വെളിച്ചം വന്നു. ഇപ്പം നല്ല ഇതായിട്ട് തോന്നുന്നു. നല്ലൊരു വെട്ട പ്രകാശം കണ്ടു, ഇങ്ങനെ വന്നു. ഹല്ലേലൂയ. പ്രകാശമായിട്ട് തോന്നി വന്നു. ഹല്ലേലൂയ. നല്ലൊരു വെളിച്ചം എനിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒന്ന് കയറിയെന്നോ എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ആശ്വാസം. ഹല്ലേലൂയ. വെളിച്ചം വന്നു. പേര് വർഗീസ്, പെരുമ്പാവൂർ ഗിരാരിയിൽ. വെള്ള വെളിച്ചം, നല്ല വെളിച്ചം തോന്നി. നാമജപമായെങ്കിൽ സ്തുതികൾ ഞാൻ പാടിടാം. അഭയമരുളും ഇടയനരികിൽ ഒരു കിടാവായി ഞാനും. അമൃതമരുളും ഗുരുവരൻ നീ തഴുകുമോ എൻ ഹൃദയം. നീ എൻ ജീവൻ കേഴുന്ന നേരം, യേശുവരുമീ മണ്ണിൽ സ്നേഹമഴയായി
യേശു തൊടുമീ നെഞ്ചിൽ പാപമുകിൽ മായുമ്പോൾ ഞാനറിയും നിൻ മനവും പലയിടം പായുമ്പോൾ പാപമതിലേതോന്നോ അറിവിലായി തോന്നേണം. ഹൃദയമറിയും പരമഗുരുവൻ അരികിലായി വാഴുമ്പോൾ സദയമടിയൻ ചെയ്ത പിഴകൾ കരുണയാൽ മാപ്പേകു. നീ എൻ ജീവൻ കേഴുന്ന നേരം യേശു വരുമീ വണ്ടിൽ സ്നേഹമഴയായി വീണ്ടും. യേശു തൊടുമീ നെഞ്ചിൽ പാപമുകിൽ മായുമ്പോൾ പാടുമതിനാലെൻ ഹൃദയം പ്രാർത്ഥനാഗീതം. യേശു വരുമീ മണ്ണിൽ സ്നേഹമഴയായി വീണ്ടും. യേശു തൊടുമീ നെഞ്ചിൽ പാപമുകിൽ മായുമ്പോൾ. വെളിച്ചം പോലെ ഉണ്ട്. അതെ, ഞാൻ നെയ്യാറ്റിൻകര. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളവനായ എനിക്ക് ഈ വലത് കണ്ണിലെ കൃഷ്ണമണിയിൽ തീ ഗോളം പോലെ ഇങ്ങനെ ഈ കൃഷ്ണമണിയിലെ കണ്ടുള്ള ഒന്നും ശരിക്കുള്ള കാഴ്ചയില്ല, കാഴ്ച കുറവാണ്. ഒരു വെട്ടം അടിച്ച് വെട്ടം കണ്ണിലേക്ക് അടിച്ചു. വേറെ ഇതായിട്ടൊന്നും ഇല്ല, വ്യത്യാസമില്ല. പരിശുദ്ധാത്മാവാകുന്ന എന്തായി? അല്പം കൂടെ കണ്ണിന് കാഴ്ച ഇപ്പം ഉണ്ട്. ഇപ്പം കൂടെ കാഴ്ച വന്നു. നേരത്തെ എന്താ കാഴ്ചക്ക് എന്തായിരുന്നു കുഴപ്പമുള്ളത്? കണ്ണിന് ഒട്ടും കാഴ്ചയില്ല. അടുത്ത് ഇപ്പം എന്തൊക്കെ കാണാം? ഇപ്പം അല്പം കൂടെ വെട്ടം കാണാം, അല്പം കൂടെ വെട്ടം കാണാം. ഇപ്പം കാണാം, നേരത്തെ കാണാമായിരുന്നു. വലിയ വ്യക്തമായിട്ട് കാണാം. വ്യക്തമായിട്ട് കാണാം. ഇപ്പം വ്യക്തമായിട്ട് കാണാം. ഉറപ്പാണ്. ചുമ്മാ പറയുന്ന ഇല്ല ഇല്ല, ഉറപ്പാണ്. എന്തൊക്കെ കാണാൻ നോക്കി? എല്ലായിടത്തോട്ടും നോക്കി, ആളുകളെയൊക്കെ നോക്കി. ആള് അടുത്ത് നിന്നാൽ അറിയാം, അല്ലാതെ ദൂരെ നിന്നാ ശരിക്കുള്ള കാഴ്ച. ഇപ്പം വ്യത്യാസമുണ്ട് ആദ്യത്തേക്കാൾ. ഉപ്പ് നിറം മൂടിയിരുന്നു, കറുത്ത നിറം മൂടിയിരുന്നു ഇങ്ങനെ എന്നെ ചുറ്റും. വേറൊന്നും സംഭവിച്ചില്ല, മൂടിയിരിക്കുന്നതായിട്ട് കണ്ടു. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കെട്ടുകൾ. ഹാർട്ടിൻ്റെ ഷേപ്പിൽ വെളിച്ചം കണ്ടു. എന്താ വിഷയം? ബന്ധനമുണ്ട് എല്ല് തേയ്മാനം. മുൻപ് എനിക്ക് അഭിഷേകം ലഭിച്ചപ്പം ഉള്ളതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്താ പറഞ്ഞ? ഹാർട്ടിന്റെ രൂപത്തിലുള്ള ഒരു വെളിച്ചം കണ്ട്. അത് കണ്ടതേ ഉള്ളൂ. അകത്തോട്ട് വന്ന് ഒരു വൈറ്റ് കളർ പ്രകാശം കണ്ടു. പ്രകാശം എങ്ങോട്ട് വന്നു? കണ്ണിലോട്ട്. എന്ത് വിഷയമായിട്ടാ വന്നേ? ഫിക്സസ് കൊണ്ടുവന്നു. എത്ര നാളായിട്ട് ഇതുണ്ട്? 8 വർഷമായിട്ടാണ്. 8 വർഷമായിട്ട് ഫിക്സ് വരുന്നുണ്ട്. ഒന്നുകൂടെ കണ്ണടച്ച്. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇവനിൽ പുത്രനെ വെളിപ്പെടുത്തുവാനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ശത്രുവിൻ്റെ മേൽ കെട്ടിവെച്ചിരിക്കുന്ന രോഗബന്ധനങ്ങൾ എന്നേക്കുമായി അഴിഞ്ഞു മാറും. പൊങ്ങി ചാടും പോലെ തോന്നി, പൊങ്ങി ചാടും പോലെ സന്തോഷം കൊണ്ട്. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ട്യൂബ് ലൈറ്റ് പോലെ മിന്നി പ്രകാശം. എന്നിട്ട് അങ്ങനെ കണ്ടോണ്ടിരുന്നിട്ട് പിന്നീട് ഫുള്ള് ബ്ലാക്കായി. അഗ്നിയായ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യമുള്ള മേൽ വ്യാപരിക്കട്ടെ. ഉള്ള നന്മയുടെ മേലുള്ള ബന്ധനങ്ങൾ അത് എവിടെ നിന്ന് കടന്നു വന്നുവോ അത് അവിടേക്ക് തിരികെ പോകുവാൻ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്ന ദുഷ്ടപിശാചിയെ നീ വിട്ടു.
ദൈവകരത്തിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളും ഭാരങ്ങളും ബന്ധനങ്ങളും നിറഞ്ഞ ഈ ജീവിതത്തിൽ വളരെ ഭാരത്തോടുകൂടി ആയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങളെയും രോഗങ്ങളെയും അകൃത്യങ്ങളെയും എല്ലാം ക്രൂശിന്മേൽ ഒരിക്കലായി വഹിച്ച ദൈവമാകിയ സ്തോത്രം. ഇപ്പോൾ നിന്റെ മക്കളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ഭാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. രോഗികളായി ആശുപത്രി കിടക്കകളിലും ഭവനങ്ങളിലുമായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. അവരുടെ രോഗത്തിൻ്റെ കെട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറുവാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ആണിപ്പാള കരത്തിൻ്റെ ശക്തി നിൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിൻ്റെ മക്കളുടെ മേൽ യേശുവിനെ വെളിപ്പെടുത്തട്ടെ. യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിപ്പാൻ തക്കവണ്ണം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളിൽ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. അന്ധകാരം വിട്ടുമാറട്ടെ. അവരുടെ മേൽ പിശാച് കെട്ടിവെച്ചിരിക്കുന്ന ആധിപത്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. ചിലരുടെ ജീവിതത്തിലെ നന്മകൾ കണ്ട് അസൂയപ്പെട്ട് പൈശാചികമായ ആധിപത്യങ്ങളിട്ട് അവരെ തകർക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ പോരുകളും ആഭിചാര ബന്ധനങ്ങളും സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളവനായ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറുവാൻ കൽപ്പിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ. പഠിച്ചിട്ടും ഒരു ജോലി ലഭിക്കുന്നില്ല എന്നുള്ള നിരാശയിൽ കഴിയുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. അവർക്ക് വേണ്ടി ചില വഴികൾ ഓപ്പണാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മദ്യപാനാസക്തി അഴിഞ്ഞു മാറട്ടെ. എല്ലാ പ്രതികൂലങ്ങളും വിട്ടുമാറട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ.